സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. മലപ്പുറത്ത് അമ്മയെ മകൻ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കൽപ്പകഞ്ചേരി വൈലത്തൂരിലാണ് സംഭവം. ആമിനയെയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ മുസമ്മിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചും വെട്ടിയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. മലപ്പുറത്തുനിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. പക്ഷേ എങ്കിൽ പോലും അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. എന്തെങ്കിലും ഈ പ്രത്യേകിച്ച് രാവിലെ 7 മണിക്കാണ് സംഭവം നടന്നത്. എന്താണ് ഈ പ്രകോപനത്തിന്, മകനെ ഈ രീതിയിലൊരു സ്വന്തം അമ്മയെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും വാക്കുതർക്കവും മറ്റും ഉണ്ടായിരുന്നോ, അതോ മാനസിക പ്രശ്നമാണോ ഈ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ടോം, നമ്മളെയൊക്കെ നടുക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ കൽപ്പകഞ്ചേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. ഇവർ 3 പേര്, അതായത് മരിച്ച ആമിന, ഭർത്താവ്, മകൻ, ഇവരൊക്കെ ഒരു വീട്ടിലാണ് താമസം. ഭർത്താവ് ഇറച്ചി വെട്ടുകാരനാണ്. രാവിലെ അദ്ദേഹം ജോലിക്ക് പോയിരുന്നു. ഈ മകനും അയാളെ കൂടെ പോയിരുന്നു. പിന്നീട് വീട്ടിലെത്തി, രണ്ടാമത് തിരിച്ചെത്തി, ഉമ്മയുമായിട്ട് എന്തോ വാക്കുതർക്കം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇയാൾ വെട്ടുകത്തി ഉപയോഗിച്ച് അമ്മയെ വെട്ടുകയും വെട്ടേറ്റ് വീണ് കിടക്കുന്ന അമ്മയുടെ തലയിലേക്ക് ഇയാൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എറിയുകയും ഗ്യാസ് സിലിണ്ടർ അടിക്കുകയും ചെയ്തു. മരണം ഉറപ്പാക്കുന്ന തരത്തിലുള്ളൊരു അതിക്രൂരമായ നടപടിയാണ് ഉണ്ടായത്. അവിടെ വെച്ച് തന്നെ ആമിനയുടെ ജീവൻ നഷ്ടമായിരുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. പ്രതി വീട്ടിൽ നിന്ന് എവിടെയും ഓടിപ്പോയില്ല, വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. അവിടുന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾ പൂർത്തീകരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഈ മുസമ്മിൽ പ്രതിയായിട്ടുള്ള ആൾ മുമ്പ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ളൊരു വിവരവും സ്ഥിരീകരിക്കാത്തതുണ്ട്. അങ്ങനെ അത്തരം സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇയാളുടെ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതിരിച്ചതെന്നും വേണം കരുതുവാൻ. എന്താണെങ്കിലും അതീവ ദാരുണമായ സംഭവമാണ് കൽപ്പകഞ്ചേരി ഉണ്ടായത്. അമ്മയ്ക്ക് സ്വന്തം മകൻ്റെ കൈകളാൽ തന്നെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് സങ്കടം. ഇനി ഈ ലഹരി ഉപയോഗത്തിന്, ഇതിലേക്കൊക്കെ വഴിവെച്ചതിന് ലഹരി ഉപയോഗത്തിന് വല്ല പങ്കുമുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതൊരു പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ നടക്കുമായിരിക്കും. എന്നിരുന്നാൽ തന്നെയും വലിയ ദുഃഖകരമായ ഒരു അങ്ങനെ ഒരു ലഹരിക്കടിമയാണോ ഈ മകൻ മുസമ്മിൽ, അതോ മാനസിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്ന് പോലീസ് പറയുമ്പോഴും അതിനപ്പുറം ഈ സമീപകാലത്ത് കേരളത്തിൽ നടമാടിയ പല കൊലപാതക കേസുകൾ പരിശോധിച്ചാലും ഈ മാനസിക പ്രശ്നം, അതല്ലെങ്കിൽ ഈ ലഹരിക്കടിമയായി പിന്നീട് മാനസിക രോഗികളായി മാറുന്ന യുവാക്കളാണ് പലപ്പോഴും ആയുധങ്ങളെടുത്ത് അയൽക്കാരെയും ഉറ്റ ബന്ധുക്കളെ പോലും കൊലപ്പെടുത്തിയ പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഈ മുസമ്മിലിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? അങ്ങനെ ഒരു ലഹരിക്കടിമയായ വ്യക്തിയാണോ ഇയാൾ? ഇത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്ര വിവരങ്ങൾ ഇതിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ഈ ഒരു സംഭവം നടന്ന് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. മുസമ്മിലിന് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഇല്ല ഇതുവരേക്കും. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ക്രിമിനൽ കേസുകളുള്ളതായിട്ടോ അത്തരം പരാതികളുള്ള വിവരം ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള വിവരം നാട്ടിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതൊരു സ്ഥിരീകരിക്കാത്ത വിവരം മാത്രമായിട്ടാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ ചേർത്ത് വായിക്കാം, ഈ ലഹരി ഉപയോഗം തുടർച്ചയായി ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും അത്തരമുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. നിലവിൽ ഇയാൾക്ക് മാനസികമായ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസിൻ്റെ വിവരത്തിൽ, പോലീസ് നൽകുന്ന വിവരപ്രകാരം ഇയാൾക്ക് മുൻപ് ക്രിമിനൽ റെക്കോർഡുകളൊന്നും ഉണ്ടായിട്ടില്ല, കേസുകൾ ഉൾപ്പെട്ടതായിട്ടില്ല. പക്ഷേ നമുക്ക് ആ മേഖലയിൽ നിന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിൻ്റെ ഒരു സംശയം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. എന്തിനാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഈ സമീപകാലത്ത് നടക്കുന്ന ടോം സൂചിപ്പിച്ച പോലെയുള്ള കൊലപാതകങ്ങൾക്ക് എല്ലാം പിറകിൽ ഈ ലഹരി മാഫിയകളുടെ ഒക്കെ അദൃശ്യമായ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമൂഹം നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയായിട്ട് ലഹരി വ്യാപനം മാറുമ്പോൾ അത് കുടുംബത്തിൽ ചോര ഇറ്റ് വീഴുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർത്ത് വായിച്ച് നമുക്ക് വിലയിരുത്തണമെങ്കിൽ കുറച്ചുകൂടി സമയം വേണം. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളുടെ തിരക്കിലാണ്. എന്നാണെങ്കിലും ലഭ്യമായ വിവരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. കേട്ടോ, വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറെ നടുക്കമുളവാക്കിയ വാർത്തയാണ് മലപ്പുറത്തു നിന്നും പുറത്തു വന്നത്. സ്വന്തം അമ്മയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ ക്രൂരമായി
വെട്ടിയും ഗ്യാസ് സിലിണ്ടർ കൊണ്ട് ആക്രമിച്ചും കൊലപ്പെടുത്തിയത്. സംരംഭകരെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ വ്യവസായ ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ നടക്കുമ്പോൾ സർക്കാരിന്റെ പൊതുവിതരണ വകുപ്പുമായി സംരംഭക കരാറിൽ ഏർപ്പെട്ടെന്ന കാരണത്താൽ ഒരു മുൻ പ്രവാസി ആലപ്പുഴയിൽ ജപ്തി ഭീഷണി നേരിടുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റിന് സ്വന്തം കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഷിഹാബാണ് ഒടുക്കം കടക്കെണിയിലായത്. വാടക കെട്ടിടം ഒഴിഞ്ഞു നൽകില്ലെന്ന ധാർഷ്ട്യത്തിൽ വകുപ്പ് നിലപാടെടുത്തോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം ബാങ്ക് ജപ്തി നോട്ടീസ് പതിപ്പിച്ചിരുന്നു. ഇതോടെ ഒടിഞ്ഞ കാലുമായി പൊതുനിരത്തിൽ സമരത്തിലിരിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ഷിഹാബിന്. ഡിപ്പോമാനേര് പറയുന്നത് ഫിനാൻസുമായിട്ട് എറണാകുളത്ത് ഫിനാൻസ് വിളിക്കാൻ പറയും. അവിടെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. അത് കാരണം വാടകയുടേത് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പൂർണ്ണമായി കിട്ടാതായിട്ട് എത്ര മാസമാകുന്നു? പൂർണ്ണമായി കിട്ടാതെയായിട്ട് ഇപ്പം 4 മാസമായി. ഈ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഈ 1 മാസത്തെ വാടകയോ അതും ഇവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് എറണാകുളത്ത് കഴിഞ്ഞ ഈ 18-ാം തീയതി. ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നത് എഗ്രിമെന്റ് ഇല്ലാതെയാണ്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഒടുവിൽ സർക്കാരിന്റെ കണ്ണു തുറന്നു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയ സിവിൽ സപ്ലൈസ് മന്ത്രി 24 മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. മന്ത്രിയുടെ പ്രതികരണത്തിൽ സന്തോഷമെന്നായിരുന്നു ഷിഹാബിന്റെ പ്രതികരണം. മണ്ണഞ്ചേരിയിലെ കട ഉടമ നിരാഹാര സമരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ വിഷയത്തിന് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ തിരക്കുമ്പോൾ അത് വളരെ കുറച്ച് നാളത്തെ പെൻഡിങ് മാത്രമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ വായ്പയുടെ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല. എന്തായാലും ആ കുടിശ്ശിക ഉൾപ്പെടെ തീർത്തുകൊണ്ട് ആ പ്രശ്നത്തിന് വളരെ വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, ഇത് വ്യവസായ സൗഹൃദ നാടാണെന്നൊക്കെ നമ്മുടെ മന്ത്രിമാരൊക്കെ അങ്ങനെ വമ്പ് പറയുമ്പോഴാണ് നമ്മളിവിടെ ഇതൊരു വളരെ ദയനീയമായ ഒരു അവസ്ഥ ഒരു പ്രവാസിക്ക് നേരിടേണ്ടി വന്നത്, ഒരു പ്രവാസി വ്യവസായിക്ക് നേരിടേണ്ടി വന്നത്. ഒടുവിൽ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് മന്ത്രിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും, നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഒരു പരിധിവരെ താൽക്കാലികമായിട്ടെങ്കിലും ഷിഹാബിന് ആശ്വസിക്കാം. എങ്ങനെയാണ് ഷിഹാബ് ഈ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ശരണ്യയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്? എങ്ങനെയാണ്? ടോമ, ആലപ്പുഴ മണ്ണഞ്ചേരി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിലാണ് ഒടിഞ്ഞ കാലുമായി പ്രവാസി വ്യവസായിയായ ഷിഹാബ് സമരം ചെയ്യുന്നത് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പ്രതിഷേധ സൂചകമായി ഈ ഔട്ട്ലെറ്റിന് മുന്നിൽ ഒടിഞ്ഞ കാലുമായി അദ്ദേഹം വന്നിരിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ദുരവസ്ഥ മനസ്സിലായത്.